ഇടവപ്പാതിയിലെ പെരുവെള്ളത്തിൽ പുഴ ഇരുകര മുട്ടിയൊഴുകുമ്പോൾ പോലും പരിഭ്രമമില്ലാതെ തോണി കുത്തിയിരുന്ന തുഴക്കാർ ഭാരതപ്പുഴയിൽ ഉടനീളമുണ്ടായിരുന്നു. കടവുകൾ പോലും കടത്തുകാരുടെ പേരിലറിയപ്പെട്ടിരുന്ന ആ കാലം പാലങ്ങൾ വ്യാപകമായതോടെ മറവിയിലായി. മണലെടുത്ത് പുഴ കാടായിത്തീർന്നതും തോണിക്കാർക്ക് പ്രതിബന്ധമായി മാറി. അങ്ങനെയാണ് തോണി ബാവക്ക പാലം ബാവക്കയായി പരിണമിച്ചത്. തൃത്താലയെ പുഴയ്ക്കപ്പുറമുള്ള പരുതൂർ പഞ്ചായത്തിലെ പള്ളിപ്പുറവുമായി ബന്ധിപ്പിക്കുന്ന കടവിൽ പതിറ്റാണ്ടുകളോളം തോണി തുഴഞ്ഞിരുന്ന ബാവക്ക അവിടെ പാലം വന്നതോടെ പാലത്തിലെ ഷട്ടറിന്റെ പണിയിലേക്ക് തിരിഞ്ഞു. എനിക്ക് ഓർമ്മക്കുന്ന കാലഘട്ടത്തിൽ വാപ്പ തോണിക്കാരനാണ്, വല്യപ്പൻ തോണിക്കാരനായിരുന്നു. അപ്പോൾ അങ്ങനെ പാരമ്പര്യമായിട്ട് വരിക. അപ്പോൾ വാപ്പ തോണിയിലായതുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റാവുന്ന കാലത്തെപ്പോൾ ഞാൻ തോണിയിലെത്തി. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ തോണി കുത്തുന്നുണ്ട്. അതെനിക്ക് നല്ല ഓർമ്മ. അബൂബക്കർ എന്നാണ് വല്യപ്പാടെ പേര്. വല്യപ്പേനെ എനിക്ക് ആദ്യമായിട്ട് കഴുക്കോല് കയ്യിൽ തരുന്നതിൻ്റെ വല്യപ്പേൻ, വാപ്പയല്ല. ഞാൻ തൃത്താല ഹൈസ്കൂളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. ആ സമയത്തും അക്കരയൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ കഴുക്കോല് കൊടുക്കും. അപ്പോൾ അന്നൊക്കെ ഒരു 100 ജില്ലാ കുട്ടികളൊക്കെ തൃത്താല ഹൈസ്കൂളിലേക്ക് ഇവിടെ പരുതൂർ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇങ്ങോട്ട് തോണി നടന്നിട്ടാണ് ഇവിടെ വന്ന് പഠിക്കുന്നത്. 2005 ഇവിടെ പാലത്തിൻ്റെ ആദ്യത്തെ ഉദ്ഘാടനം കഴിയുന്നത്. അതോടുകൂടി കടവ് നിൽക്കുകയാണ്. അതുവരെയും കടവ് തന്നെയാണ്. അന്നൊക്കെ ഇടവ മാസം 15 എന്നൊക്കെ പറഞ്ഞാൽ ആ ദിവസം മഴ പെയ്തിരിക്കും. ഇടവപ്പാതി എന്ന് പറഞ്ഞാൽ അന്ന് മഴ പെയ്തിരിക്കും. അങ്ങനെയാണ്. ഇപ്പോൾ ഇടവം 15 തുടങ്ങി വൃശ്ചികം 15 വരെയാണ് നമ്മൾ വർഷക്കാലത്തെക്കുറിച്ച് പറയുന്നത്. വൃശ്ചികം 15ൻ്റെ അപ്പുറം വേനൽക്കാലത്തെയാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ചില ഭാഗങ്ങളിൽ ആഴം കൂടിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം വൃശ്ചികം കഴിഞ്ഞ് ധനു കഴിഞ്ഞ് മകരമാസം വരെയും ഇവിടെ തോണി ഉണ്ടായിരിക്കും. ഈ മകരച്ചൊവ്വ എന്ന് പറഞ്ഞ ദിവസങ്ങളിൽ ഈ കൊടിക്കുന്ന് ക്ഷേത്രത്തിലേക്ക് ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോക്കുണ്ട് അമ്പലത്തിലേക്ക്. അപ്പോൾ അവരൊക്കെ നമ്മൾ പിന്നെ ഈ പൂതൻ തറ ഇങ്ങനെ കണ്ടുണ്ട്. ഇവിടെ പല തറവാടുകളിലുണ്ട്. ഈരാറ്റിങ്ങൽ പാക്കനാട് ക്ഷേത്രം, ഇന്നമാതിരി ആലൂര്, കക്കാട്രി, ഇങ്ങനെയുള്ള ചില ഭാഗങ്ങളിൽ നിന്ന് പൂതൻ തറ കെട്ടിയിട്ട് കൊടിക്കുന്ന അമ്പലത്തിലേക്ക് പോകും. അപ്പോൾ അന്നൊക്കെ നമ്മൾ തോണിയുണ്ട്. അപ്പോൾ മകരച്ചൊവ്വയാണ്. അപ്പോൾ മകരത്തിലും അന്ന് തോണിയുണ്ട് എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിച്ചത്. മകരം 30-ാം തീയതി തോണിയിട്ട ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മകരം 30 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓർത്തു വെക്കുന്നത് തൃത്താല നേർച്ച ഉണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ ഈ നേർച്ചക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ മകരം 29-ാം തീയതി തോണി കെട്ടിയിട്ട് അന്നത്തോടു കൂടി തോണി ക്ലോസ് ചെയ്യാണ്, നിർത്തുകയാണ്. കാരണം 30-ാം തീയതി നേർച്ചക്ക് പോകണ്ടേ, അതിന് വേണ്ടി. അപ്പോൾ അതും ഒരു ഓർമ്മയിൽ കിടപ്പുണ്ട്. പട്ടാമ്പിന്ന് ഇങ്ങോട്ട് വിട്ടാൽ തൃത്താല. എനിക്ക് ഓർമ്മ വെക്കുന്ന സമയത്ത് VK കടവ്, പിന്നെ കരിമനക്കടവ് എന്നൊക്കെ പണ്ട് അവിടെയൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ നിന്നിക്കണ്. പിന്നെ തൃത്താല, വെള്ളിയങ്കല്ല്, പിന്നെ ഇവിടെ മഞ്ഞപ്ര എന്നൊക്കെ പറയും. ആര്യമ്പാടം കടവ് അല്ലെങ്കിൽ മഞ്ഞപ്ര കടവ് എന്ന് പറയും. കൂട്ടക്കടവ്, പിന്നെ പറമ്പത്തെ കടവ്, പേർശ്ശനൂർ കടവ്, ഉമ്മത്തൂർ കടവ്, പിന്നെ കുറ്റിപ്പുറത്തിൻ്റെ താഴെയാണ്. അങ്ങനെ ചെമ്പിക്കൽ, അങ്ങനെ തിരുനവായ, അങ്ങനെ പോകുന്നുണ്ട്. ചമ്പ്രവട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. പള്ളിക്കടവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറമ്പത്തെ കടവ് വെച്ചാൽ പിന്നെ കുറ്റിപ്പുറത്തിൻ്റെ ഇടയിൽ ഒരു കടവുമില്ല. ഈ വെള്ളിയങ്കല്ല് കടവ് ഞങ്ങളുടെയാണ്. ഇതിൻ്റെ താഴെ മഞ്ഞപ്ര കടവ് എന്ന് പറഞ്ഞിട്ടൊരു കടവുണ്ട്. അതും ഞങ്ങൾ തന്നെ നടത്തുന്നത്. എന്താ എളാപ്പേ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അവിടെ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ ഈ താഴെ ഒരു 4 കിലോമീറ്റർ താഴെ മനമക്കാവ് പറഞ്ഞൊരു ഭാഗമുണ്ട്, കൂട്ടക്കടവ്. ഈ വെള്ളിയങ്കല്ല് ഭാഗത്ത് നിന്ന് നോക്കിയാൽ അതുവരെ നമുക്ക് കാണാൻ കഴിയും. പുഴയിൽ പുല്ല് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. കാരണം ഇവിടുന്ന് നോക്കിയാൽ അവിടെ തോണി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണും. ഈ മഞ്ഞപ്ര കടവ് എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ താഴെയാണ്. ഇതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയാൽ കാണും. ഒരാൾ നടന്നു പോകണമെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണും. പുഴയിൽ പുല്ലില്ല. അങ്ങന്നമാതിരി തൃത്താല എന്ന് പറയണമെങ്കിൽ ഇവിടെ കുമ്മിട്ടിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കാഞ്ഞീരം. ഇവിടുന്ന് നോക്കിയാൽ കൊടുമുണ്ട ഭാഗത്ത് ട്രെയിൻ പോകുന്നത് കാണാം. പുല്ലെന്ന് പറഞ്ഞ സാധനമില്ല. മണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണൽ തന്നെ, വേറെ ഒന്നുമില്ല. മണൽ എടുത്തതിനൊന്നും ഒരു കണക്കുമില്ല. അപ്പോൾ എത്ര മണൽ പോയെന്ന് നമുക്ക് അത് കണക്കൂട്ടാൻ കഴിയില്ല. അത്രയും മണൽ പോയിട്ടുണ്ട്.
ഇപ്പോൾ തമിഴ്നാട് അടക്കം പണ്ട് കൊണ്ടുപോയി കോരി കുട്ടിയ മണൽ വേണമെങ്കിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ ഉദാഹരണം പറയാം. അത്രയും മണൽ ഇവിടുന്ന് തമിഴ്നാട്ടിലേക്കും മറ്റ് ജില്ലകളിലേക്കൊക്കെ ഇവിടുന്ന് കയറി പോയിട്ടുണ്ട്. ഇവിടെ കൊണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ പുഴ ഒരുപാട് താന്നിരിക്കാം, ഒരുപാട് താന്നിക്കാം. പുഴ കൊണ്ട് തന്നെ ജീവിതം. ഇനിയിപ്പോൾ വേനൽക്കാലമാണ് തോണില്ല എന്ന് വെച്ചിട്ട് വേറെ ജോലിക്ക് പോകില്ല. ഈ പുഴയിൽ പച്ചക്കറി ഉണ്ടാക്കും. വെള്ളരി, മത്ത, കുമ്പളം, ചിരങ്ങ, ഇങ്ങനെ പയർ, ഇങ്ങനെ നല്ല നല്ല പച്ചക്കറിയാണ്. അന്ന് പഞ്ചായത്ത് ലേലം ചെയ്യുകയാണ് ഈ സ്ഥലം. ഇതാ നമ്മൾ ഇരിക്കുന്ന ഈ അരുകൂടൊക്കെ പച്ചക്കറി ഉണ്ടാക്കാൻ പറ്റിയ ഏരിയകളുണ്ട്. ഇവിടെ ഈ കാഞ്ഞിരത്തിൻ്റെ അവിടെ കുമ്മിട്ടിക്കാവ് എന്നാണ് പറയാം. ഈ പാക്കനാർ ക്ഷേത്രത്തിൽ പാക്കനാർ കാഞ്ഞിരണ്ടല്ലോ, അവിടെ കുമ്മിട്ടിക്കാവ് എന്നാണ് പറയാം. അപ്പോൾ അവിടെയൊക്കെ ലേലാണ് ആ കാലത്തേ. നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ലേലം ചെയ്തെടുക്കുകയാണ്. ഇവിടെയൊക്കെ മൊത്തം കൃഷിയാണ്. വേനൽക്കാലമായാലും നെല്ല്, പിന്നെ പച്ചക്കറികൾ, പൂളക്കിഴങ്ങ്. പണ്ട് തിലാന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. തിലാന് ഈ മുള വെച്ചിട്ടുണ്ടാക്കുന്നതാണ് തിലാന്. തേക്കൊട്ടാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ തിലാന്, ഏത്തക്കാല്, വെസ, ഞാല്, തൊളു എന്നൊക്കെ പറയുക ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഓരോ സാധനത്തിൻ്റെ പേരാണ്. തേക്കൊട്ട ഇതൊക്കെ പാടെ കൂട്ടി ഉണ്ടാക്കുന്നതാണ് തിലാന്. എന്ന് നമ്മളിങ്ങനെ തേവാണ്. തേവിയിട്ട് കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി ചെരിക്കും ഈ കൊട്ടനെ. അതിനാണ് തിലാന്ന് പറയുന്നത്. ഇപ്പോൾ എവിടെയും കാണില്ല. അതാണ് അത് വെച്ചിട്ട് നമ്മൾ നടക്കും. ഇപ്പം ചെയ്യാൻ മാർഗമില്ലാതെ ഈ നാൽക്കാലികളും ഈ പന്നിയും ഇവരല്ലേ. മുള്ളമ്പന്നിയുണ്ട് ഇതിൻ്റെ ഇടയിൽ, പിന്നെ കാട്ടുപന്നിയുടെ കഥ പറയാനില്ലല്ലോ. എന്തുണ്ടാക്കിയാലും ആ കുത്തി മറിച്ച് നശിപ്പിക്കുക. അവർക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റും ഈ പുഴ ഒത്തടുക്ക്. ഒരാളിനും ശല്യമില്ലല്ലോ. രാത്രിയായാൽ അങ്ങോട്ട് കരയിൽ കയറിപ്പോവും. നമ്മുടെ തോട്ടത്തിലേക്ക് അവിടെ എന്തൊക്കെ ഉണ്ടാക്കിച്ചാൽ ഒക്കെ കുത്തി നശിപ്പിക്കുക. നെല്ലാണെങ്കിൽ അത്. അന്നിപ്പം നമ്മുടെ വീട്ടുകളിലൊന്നും ബാത്റൂം എന്ന് പറഞ്ഞ സംഭവമില്ല. ആ കുന്നിൻ്റെ മുകളിൽ കയറുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് പുഴയിലേക്ക് ഇറങ്ങുക. ഫുള്ളായിട്ട് എല്ലാ ജനങ്ങളും കുളിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ പുഴയിലാണ്. എവിടെ നോക്കിയാലും കുളിക്കടവുകളുണ്ടാവും. ഈ വേനൽക്കാലത്ത് 2-3 മാസം ഫുള്ള് വെള്ളം വറ്റിപ്പോവും. എവിടെ ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ കുഴി കുത്തും. മണലിൽ കുഴി കുത്തി ആ വെള്ളം മുക്കിയെടുത്ത്, കപ്പ് കൊണ്ട് ഇങ്ങനെ മുക്കിയെടുത്തിട്ട് മേൽഭാഗത്ത് കല്ല് വെച്ച് അലക്കി, അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതാ ഞങ്ങളിങ്ങനെ പാരമ്പര്യ ഇവിടുത്തെ തോണിക്കാരാണ്. വാപ്പാടെ പേര് കുഞ്ഞുമാനിക്ക, ആലി അളാപ്പ. ഞങ്ങളെ കുടുംബം മൊത്തം തോണിക്കാരനെ. അതെ, ഞങ്ങളെ അളാപ്പാര് ഏനുണ്ട്, മാനുണ്ട്. ഞങ്ങളൊക്കെ തോണിക്കാരനെ. വാപ്പയും വല്യപ്പൊക്കെ തന്ന ധൈര്യമാണ് അന്നൊക്കെ കാട്ടിക്കൂട്ടിയത്. ഇപ്പോൾ വലിയ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ആൾക്കാരെയൊക്കെ കയറ്റിയിട്ട് ഈ കടവിൽ നിന്നും ഒരു 100 മീറ്റർ മുകളിൽ വെള്ളിയങ്കല്ല് എന്ന് പറഞ്ഞൊരു കല്ലുണ്ട്. വെള്ളിയങ്കല്ല് എന്ന് പറഞ്ഞ കല്ലിന് ഒരു 100 മീറ്റർ താഴെയാണ് നമ്മുടെ കടത്തിൻ്റെ ഏരിയ. തോണി വന്ന് ചാരുന്ന ഭാഗം അവിടെയാണ്. അപ്പോൾ നമ്മൾ ഈ വെള്ളിയങ്കല്ല് വരെയും ഈ തോണി ഇങ്ങനെ കൂടെ കുത്തി വരണം. അരു ചാരിയിട്ട്, കര ചാരിയിട്ട് ഒഴിച്ചു വിട്ടാൽ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അവിടെ വന്ന് ഈ വെള്ളിയങ്കല്ലിൻ്റെ അവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾക്കൊരു വിടൽ ഈ തോണിനെ. ഇത്രയും ആൾക്കാർ, അതോ എത്ര, ഒരു 10-15 സെൻറ്റിമീറ്റർ തോണിയെ കാണുള്ളൂ മുകളിലേക്ക്. ബാക്കിയെല്ലാം താഴോട്ടാ. അങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഈ വെള്ളിയങ്കല്ലിൻ്റെ അടുത്തിട്ട് വന്നിട്ട് ഒരു വിടലുണ്ട്. ആ സമയത്ത് എനിക്ക് കഴുക്കോലുകൊണ്ട് ഒരു കുത്തുണ്ട് ഈ വെള്ളിയങ്കല്ലിൻ്റെ മുകളിൽ. കണ്ടോ ഈ വര കണ്ടില്ലേ? ഈ വര ഇങ്ങനെ അതുവരും പോകുന്നുണ്ട്, അതിൻ്റെ അവസാനം വരും പോകുന്നുണ്ട്. കണ്ടോ ഒരു പട്ട് വിരിച്ചമാതിരി. ഇതാണ് ഒറിജിനൽ വെള്ളിയങ്കല്ല്. ഈ അതിൻ്റെ ആദ്യം തൊട്ടിട്ട് ഈ അവസാനം വരെയും ഈ പട്ട് വിരിച്ച ഈ അടയാളം ഇങ്ങനെ കിടക്കുന്നുണ്ടോ? ഇതിന് ആ കാടിനകത്താണ് അതിൻ്റെ അറ്റം കിടക്കുന്നത്. പക്ഷെ അതുവരെയും ഈ വര ഉണ്ട്. ഒരു കൊമ്പനെ കൊണ്ടും ഇവിടുന്ന് മുകളിലോട്ട് തോണി കയറ്റാൻ സാധിക്കില്ല. അത് ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ട് പലവരായിട്ടും. ഇത് പുഴക്കടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തോണി ഒരൊറ്റ തിരിക്കലാ. വെള്ളം. ആ സമയത്ത് ആ തിരിക്കലിനെ ഇങ്ങോട്ട് നിർത്തണമെങ്കിൽ ഇവിടെ ഒരു കുത്തുണ്ട് കഴുക്കോലിന്. ആ കുത്ത് പേക്കില്ല. അത് പേച്ചാൽ ഞാനുമില്ല, തോണിയില്ല, ഇതിലാരുമില്ല, കംപ്ലീറ്റ് വെള്ളത്തിലാണ്. അത് വെള്ളിയങ്കല്ല് എന്നുള്ളതിൻ്റെ സത്യമാണ്. കരച്ചിൽ വരും കേട്ടോ. അത് വെള്ളിയങ്കല്ലിനെ കുറിച്ച് പറയും. എനിക്ക് നമ്മളങ്ങനെ കണ്ടിട്ട് ഞങ്ങളാരും ചതിച്ചിട്ടില്ല. വെള്ളിയങ്കല്ല് ആ ഒരു കുത്തു പേച്ചിരുന്നെങ്കിൽ
ഞങ്ങളാരും ഒന്നും ഇപ്പോൾ ഉണ്ടാവില്ല. ഞാനൊന്നുമല്ല, ഒരു പലരും ഞങ്ങളെപ്പോഴും പറയും വെള്ളിയാങ്കല്ല് വാപ്പായിട്ടും വല്യാപ്പായിട്ടും ഇന്നും പുഴയുടെ പേരിൽ തന്നെ ഞാൻ ഭക്ഷണം കഴിക്കണത്. പാലത്തിൻ്റെ ഷട്ടർ ഓപ്പറേറ്ററാണ്. അതും പുഴ തന്നെയാണ്. അപ്പോൾ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ പുഴയുടെ ചോറാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മക്കളോടോ അല്ലെങ്കിൽ വല്ലതോടോ പറയുമ്പോൾ അവർ പറയും ഇതെന്തോ തള്ളാണ്, അല്ലെങ്കിൽ വിടുകയാണെന്നൊക്കെ പറയും. അതൊന്നും പക്ഷേ പഴയ പുഴ തന്നെയാണ് പുഴ കേട്ടോ. ഇന്നിപ്പോൾ ഇങ്ങോട്ട് നോക്കിയിട്ട് ഇത് പുഴ എന്ന് പറയാൻ പറ്റുമോ? ഇതിൻ്റെ അകത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഒരു സ്റ്റുഡിയോയിൽ അതൊന്ന് ലാമിനേഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്ത് പഴയമാതിരി ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ആ ആൾ പിന്നെ എനിക്കത് തന്നില്ല. അത് പോയി എന്ന് പറഞ്ഞ് അത് മറ്റുള്ളവരെ കാണിക്കേണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ പുഴ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പണ്ട് കാര്യം എന്തായാലും ഇനിയിപ്പോൾ ആ പുഴ നമുക്ക് മനസ്സിൽ കാണാനേ കഴിയുള്ളൂ. ഒരിക്കലും ഇനി അതുമാതിരി കാണാൻ കഴിയില്ല. തോണിയില്ലെങ്കിലും ഇന്നും പുഴ കടന്നു പോകുന്നവരുടെ യാത്രകൾക്ക് സാക്ഷിയായി ബാവക്ക എപ്പോഴും വെള്ളിയാങ്കല്ല് പാലത്തിലുണ്ടാകും. തൃത്താല, പട്ടിത്തറ, പരുതൂർ എന്നിങ്ങനെ പുഴയ്ക്ക് ഇരുകരകളിലുമുള്ള പഞ്ചായത്തുകളിലെ കടവുകളിൽ നിന്നും ലോറികൾ പുഴയിലേക്കിറങ്ങി മണല് കോരിപ്പോയിരുന്ന സ്ഥലമാണ് വെള്ളിയാങ്കല്ലിന് താഴെയുള്ള പ്രദേശങ്ങൾ. ഇവിടെ പുഴയുടെ മാറ്റങ്ങൾ വേദനയോടെ കാണേണ്ടി വന്ന കാലം ഓർമ്മിക്കുകയാണ് പള്ളിപ്പുറത്തെ രാജഗോപാൽ. ഭാരതപ്പുഴ സംരക്ഷണ സമിതിയുടെ ഭാഗമായി പുഴയെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളിൽ പല കാലങ്ങളിലും പങ്കാളിയായിരുന്നു അദ്ദേഹം. തൂതപ്പുഴയിലാണ് എൻ്റെ ഓർമ്മകൾ. പുഴയുടെ വളവും തിരിവും തീരെ പച്ചകളും തെളിഞ്ഞ ഒഴുക്കും നല്ല തെളിഞ്ഞ മണൽത്തിട്ടും വലിയ വലിയ പ്രഭു വീടുകൾ അന്ന് വളരെ കുറവാണ്. അവരൊഴിച്ച് ബാക്കി എല്ലാ മനുഷ്യരും 98% ആളുകളും പുഴയിലാണ് കുളിച്ചിരുന്നത്. പിന്നെ എത്ര കന്നുകളെയാണ് അന്ന് പുഴയിൽ കഴുകിയിരുന്നതെന്നറിയോ? വീടാന്തരം കന്നും കൃഷിയുള്ളൊരു കാലം നമുക്ക് ഉണ്ടായിരുന്നല്ലോ, ഒരു 10-40 കൊല്ലം മുമ്പ് വരെ. അതിലിടയ്ക്ക് ചിലപ്പോൾ മേൽക്കരയിൽ നിന്ന് ചില പാണ്ടികളൊക്കെ വരും. അതായത് ഈ മുളയൊക്കെ വെട്ടി കയറുകൊണ്ട് പരസ്പരം വരിഞ്ഞ് വലിയ ചങ്ങാടം പോലെ ഇങ്ങനെ മുളകൾ, അതായത് മേൽക്കരയിൽ മണ്ണാർക്കാട് ഭാഗത്ത് നിലമ്പൂർ ഭാഗത്തു നിന്നൊക്കെ വെട്ടി ഇറക്കിയിട്ട് പാകപ്പെടുത്തിയ മുളകൾ താഴെ ഭാഗത്തേക്ക് പൊന്നാനി ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ അത് ഈ വെള്ളത്തിലൂടെ ഒഴുക്കി കൊണ്ടുപോകാൻ പാകത്തിലായിരുന്നു അന്ന് പുഴ. ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. 1981 തൂതപ്പുഴ തീരത്ത് നിന്ന് ഭാരതപ്പുഴയുടെ തീരത്തേക്ക് ജീവിതം പറിച്ചു നട്ടത്. പിന്നീട് 18 വയസ്സ് മുതൽക്ക്. അന്ന് വെള്ളിയാങ്കല്ല് റെഗുലേറ്ററോ പാലോ ഒന്നുമില്ല. പുഴയിലെ നിരന്ന മണൽത്തിട്ട്. പുഴ സമനിരപ്പാണ്. കാരണം ഓരോ മഴക്കാലം കഴിയുമ്പോഴും ആ മണൽ വന്ന് ആ പുഴയുടെ ഉയർച്ച താഴ്ചകൾ നികന്ന് തെളിഞ്ഞൊഴുകുന്ന തരത്തിലേക്കാവും. അത് ശരാശരി 1 കിലോമീറ്റർ ഇടവിട്ടിട്ട് തോണിക്കടവുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ പരുതൂർ പഞ്ചായത്തിൽ തന്നെ 5-6 തോണിക്കടവുകളുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് റോഡ് മാർഗം ആകെയുള്ള ഒരു വഴി പട്ടാമ്പിക്കാണ്. പിന്നെ ബാക്കി 3 ഭാഗവും പുഴയാണ്. തെക്ക് പടിഞ്ഞാറ് ഭാരതപ്പുഴ, വടക്ക് പടിഞ്ഞാറ് തൂതപ്പുഴ. അപ്പോൾ ഈ 2 പുഴ വഴിയും ആളുകൾ കൂടല്ലൂർക്ക്, ഇരുമ്പിളിയത്തേക്ക്, വലിയ കുന്നത്തേക്ക്, തൃത്താലയ്ക്ക്, പട്ടിത്തറയ്ക്ക് ഒക്കെ പോയിരുന്നത് അങ്ങനെയാണ്. അന്ന് കണ്ട ഒരാൾ ഇപ്പോൾ പുഴ വീണ്ടും വന്ന് കാണുകയാണെങ്കിൽ ഇത് ഭാരതപ്പുഴയാണെന്ന് തന്നെ കരുതില്ല. അത്രമേൽ മാറിപ്പോയിട്ടുണ്ട്. 2 കരകൾക്കിടയിൽ പൊന്തക്കാടുകൾ നിറഞ്ഞൊരു പ്രദേശം എന്നേ നമുക്ക് ഇപ്പോൾ ഇതിനെ വിളിക്കാവുള്ളൂ. ഇപ്പോൾ ഒരു കരയിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴുകുന്നിടത്തേക്ക് ഇറങ്ങി വരണം. വെള്ളിയാങ്കല്ല് ഭാഗത്ത് ആ കരയിൽ നിന്ന് ഇങ്ങനെ ഈ പൊന്തക്കാടുകളിലൂടെ ഇറങ്ങി ഇപ്പോൾ നീരൊഴുക്കുള്ള പ്രദേശത്തേക്ക് എത്തുമ്പോഴേക്ക് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു ആ ചെരിവ് എടുക്കുകയാണെങ്കിൽ 6-7 മീറ്റർ കാണുമായിരിക്കും. മുമ്പാണെങ്കിൽ 1 മീറ്റർ പോലും ഉണ്ടാവും സംശയമാണ്. ഈ കുടിവെള്ളക്കിണർ വരുന്ന കാലത്ത് അതിൻ്റെ മേൽമൂടി, കിണറിൻ്റെ മേൽമൂടി, കോൺക്രീറ്റ് മേൽമൂടി മണൽ നിരപ്പിനൊപ്പമായിരുന്നു. അപ്പോൾ അത് ഒരു മിനിമം ഒരു 3-4 മീറ്റർ ഉയർന്ന് നിൽക്കുന്നുണ്ട് മണൽ തെട്ടുന്നത്.
ഭാരതപ്പുഴയിൽ പുല്ല് വളർച്ച ആരംഭിച്ചത് മണലെടുപ്പ് നിയന്ത്രണം വിട്ട് തുടങ്ങിയ കാലം മുതലാണ്. അതുവരെ ഈ പുഴയിൽ ഒരു പുൽനാമ്പ് പോലും ഉണ്ടായിരുന്നില്ല. തീരം തൊട്ട് തീരം വരെ അത്രമേൽ തെളിഞ്ഞ പരന്ന മണൽത്തിട്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ചളിയില്ലാത്ത മണലിൽ ഒരിക്കലും പുല്ല് വളരില്ല. വേനൽക്കാലത്ത് ഒരു പുൽവേരിനും ഈ മണൽത്തിട്ടിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചളിയിലാണെങ്കിൽ പുല്ല് നന്നായിട്ട് വളരും. അങ്ങനെ ഭയങ്കരമായ വേരുകളുള്ള പുല്ലാണതൊക്കെ തന്നെ. പുഴയുടെ സ്വാഭാവികമായ ഉടൽ എന്ന് പറയുന്നത് മണലാണ്. ആ മണൽത്തിട്ട് പോയപ്പോൾ സ്വാഭാവികമായിട്ടും പ്രകൃതിയിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ വന്ന ഒരു മാറ്റം തന്നെയായിട്ട് വേണം അതിനെ സ്വാഭാവിക മാറ്റമാണത്. ഇപ്പോൾ പുല്ല് പൂത്തു തുടങ്ങി, പൂത്തായി ഇതിന് വിത്തുകൾ വീഴും. അവിടെ തന്നെ കിടന്ന് മുളച്ച് അടുത്ത വർഷം അതിന് 10 മടങ്ങ് ശക്തിയിൽ വളരുകയാണ്. ഇപ്പോൾ ഈ പുല്ലിനോട് ചേർന്ന് നമ്മൾ കാണുന്ന ഈ ചളി കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങൾ കാണാൻ പറ്റും. ഇങ്ങനെ ഈ ചളിയാണ് പുല്ലിന് വളമായിട്ട് മാറുന്നത്. പറയിപെറ്റ പന്തിരുകുലം എന്ന മിത്തിന്റെ നിഗൂഢതകളെ ഉള്ളിൽ പേറുന്ന നിളാതീരം കൂടിയാണ് തൃത്താല. പന്തിരുകുലത്തിലെ കഥാപാത്രങ്ങളെല്ലാം തീർത്ത പല അടയാളങ്ങൾ പുഴത്തീരത്ത് ഇന്നും കാണാം. ഐതിഹ്യപ്പഴമകളിലെ പുഴക്കഥകളിൽ നിള നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും അത്തരമൊരു കാഴ്ച ഇന്ന് പാക്കനാർ കാഞ്ഞിരത്തിനടുത്ത് പോലും കാണാനില്ല. കൂടല്ലൂരിലെ കൂട്ടക്കടവിൽ വെച്ചാണ് സൈലന്റ് വാലി മലനിരകളിൽ നിന്നെത്തുന്ന തൂതപ്പുഴ ഭാരതപ്പുഴയിൽ ലയിച്ചു ചേരുന്നത്. ഇത് കൂട്ടക്കടവ്. ഭാരതപ്പുഴയുടെ 16ഓളം പോഷക നദികളിൽ ഇന്ന് ജീവനും ഓജസ്സും ഏറ്റവും കൂടുതലുള്ള തൂതപ്പുഴ ഭാരതപ്പുഴയിലേക്ക് ചേരുന്നത് കൂട്ടക്കടവിലാണ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിച്ച് ഒട്ടേറെ ദൂരം ഒഴുകി ഭാരതപ്പുഴയിൽ ഈ ചേരുന്ന ഈ ഊര് കൂടല്ലൂര് എന്നുള്ള പേര് വന്നത് അങ്ങനെയാണ്. കുട്ടക്കടവിന്റെ പെരുമ പേരാറിന്റെ തീരങ്ങൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോയത് കൂടല്ലൂരിന്റെ കഥാകാരൻ MT വാസുദേവൻ നായരാണ്. MDയുടെ പ്രമുഖ ചലച്ചിത്രം കടവ് ഇവിടെയാണ് ചിത്രീകരിച്ചത്. SK പൊറ്റക്കാടിന്റെ കടത്തുതോണി എന്ന ചെറുകഥയെ MT സിനിമയാക്കി മാറ്റിയപ്പോൾ അത് ഭാരതപ്പുഴയുടെ കഥ കൂടിയായി മാറി. ഓ ബിരാനെ, ഒരു തോണിക്കുള്ള ആളാവട്ടെ. ഓട്ടത്തോണി എപ്പോഴാ ബീരാനെ മുങ്ങാന്ന് അറിയില്ല, സൂക്ഷിച്ചോ. പേടിയുള്ളവര് കയറണ്ട, വെള്ളിയാങ്കടവ് പാലം കടന്ന ബസ്സുണ്ടല്ലോ. അക്കരെ നിന്നുള്ള കൂക്കിവിളികൾക്ക് കാതോർത്തിരുന്ന സിനിമയിലെ കടത്തുവള്ളക്കാരൻ ബീരാനിക്കയുടെ തോണിപ്പുരയുണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് വലിയൊരു മണൽക്കുഴിയാണ്. കൂട്ടക്കടവ് വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന റെഗുലേറ്ററിന്റെ പണി പൂർത്തിയാകുന്നതോടെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കൂട്ടക്കടവിന് രൂപമാറ്റം വന്നേക്കാം. പുഴ നിറയുമ്പോൾ പുഴയ്ക്ക് പടിഞ്ഞാറേ കരയിലെ കൂടല്ലൂർ നിരത്തിലൂടെ സ്ത്രീകൾ പണിമാറ്റി അങ്ങാടിയിലൊക്കെ കയറി സാധനങ്ങളൊക്കെ വാങ്ങി പോകുമ്പോൾ അവരുടെ നാട്ടുവർത്തമാനം ഈ നിറപ്പുഴയുടെ മീതെ അക്കരയിൽ പള്ളിപ്പുറത്തെ കരയിൽ അവിടെ നിന്നാൽ കേൾക്കാൻ പറ്റുമായിരുന്നു. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇരു കരകളെയും ബന്ധിപ്പിച്ചിരുന്ന നീരൊഴുക്കായിരുന്നു ഭാരതപ്പുഴ. സംസ്കാരത്തിൻ്റെ ഒഴുക്കായിരുന്നു അത്. മനുഷ്യ ജീവിതത്തിൻ്റെ ഒഴുക്കായിരുന്നു. എല്ലാ ഒഴുക്കുകളും നിലച്ച് നമ്മുടെ ജീവിതം മറ്റെന്തൊക്കെയായി മാറിയപ്പോൾ പുഴ ഇങ്ങനെ കാട് കെട്ടിക്കൊണ്ടായി. കൂടല്ലൂരിലെ മണൽക്കടത്തിന്റെ ഭീകരത നേരിൽ പകർത്തിയ ഒരു ദൃശ്യാവിഷ്കാരമാണ് MA റഹ്മാൻ സംവിധാനം ചെയ്ത കുമരനെല്ലൂരിലെ കുളങ്ങളെന്ന ഡോക്യുമെന്ററി. നിളാനദി എനിക്കൊരു റെഫറൻസ് പുസ്തകമാണെന്ന് പറഞ്ഞ MT ആയിരുന്നു അതിലെ പ്രധാന കഥാപാത്രം. കൂടല്ലൂരിൽ ഭാരതപ്പുഴയുടെ തീരത്ത് MT നിർമ്മിച്ച വീടിന് മുന്നിൽ മണൽ ലോറികൾ പുഴയിലേക്കിറങ്ങാൻ ക്യൂ നിന്നിരുന്ന കാഴ്ച ഈ ഡോക്യുമെന്ററിയിൽ കാണാം. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ലോറികളുടെ നീണ്ട നിര എൻ്റെ പടിക്കൽ ഇപ്പോൾ കാത്തുകിടക്കുന്നു.
നദിയുടെ മാർത്തട്ടിലൂടെ മണൽ ലോറികൾ കയറിയിറങ്ങുന്ന ദൃശ്യങ്ങൾ ഏറെക്കാലത്തെ പരിശ്രമത്തിലൂടെയാണ് MA റഹ്മാൻ അന്ന് പകർത്തിയത്. ഭാരതപ്പുഴയിൽ ഇന്നും സജീവമായി തുടരുന്ന തോണിക്കടത്താണ് ആനക്കര പഞ്ചായത്തിലെ ജാറംകടവ്. തോണി കടന്ന് പുഴയ്ക്കപ്പുറം മലപ്പുറം ജില്ലയിലെ മങ്കേരിയിലേക്ക് ബസ് പിടിക്കാൻ പോകുന്നവർ ഇപ്പോഴും കുറവല്ല. അതുകൊണ്ടാണ് പഞ്ചായത്ത് കടത്ത് നിർത്തിയിട്ടും താലൂക്കിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങി കുന്നുമ്മൽ മജീദ് എന്ന പഴയ തോണിക്കാരൻ വീണ്ടും വള്ളമിറക്കാൻ മുന്നിട്ടിറങ്ങിയതും. മജീദ് കയുടെ ഉപ്പയായിരുന്നു ഇവിടെ പഴയ കടത്തുകാരൻ. പഞ്ചായത്ത് അന്വേഷണമാവില്ല. ആദ്യം പഞ്ചായത്ത് അന്വേഷണമായിട്ട് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം രാജ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇത് മെല്ലില്ല, പഞ്ചായത്തിൽ ഇത് മെല്ലില്ല. ഇപ്പോൾ ഈ മുഴ വന്നാൽ പഞ്ചായത്തിൻ്റെ അല്ല, ഇപ്പോൾ ദേവിയൊക്കെ ഈ മുഴ. തോണിയിൽ ആള് കുറയുന്ന സമയത്ത് സഹായിയായ ദാസനൊപ്പം പുഴയിൽ നിന്നും കക്കവാരിയും മീൻ പിടിച്ചും പുഴവെള്ളത്തിൽ തന്നെ ഉണ്ടാകും മജീദ് ക. നമ്മൾ ഒരു മാസമൊക്കെ ജനലുള്ളൂ, മനസ്സിലായോ? ഈ ഒരു മാസം ജനം എല്ലാവരും പോകാനുള്ള പരിപാടിയ. ആൾക്കാരും മനവും മനേ പോകാനോ. ഇപ്പൊ ഞാൻ ചെയ്യുമ്പോൾ ഞാനൊരു വാക്കിലൊന്നും പറ്റില്ല, മനവും മന അഭിപ്രായം. പിന്നെ ഈ മാസം പൊക്കം അതേ മനുഷ്യ മുന്നേക്ക് ഈ മുന്നൊക്കെ ഞാൻ വെച്ച് വെളിവാക്കി മൂന്ന് വള്ളം പോയി വള്ളമില്ല. ഈ വള്ളം ഇല്ലാകുമ്പോൾ ഈ മൂന്നിന് മുന്നിൽ കൂടി മൂല അതൊക്കെ ഞാൻ വെച്ച് വെളിവാക്കി ഈ മോനത്തിൽ ഞാൻ ആക്കി. ഒരാളാൾക്ക് നോക്കിയാൽ വള്ളം ഒരാളിലേക്ക് നോക്കുമ്പോൾ മോട്ടം വരും. കൂട്ടക്കടവിൽ റെഗുലേറ്റർ വരുന്നതോടെ താഴെ പുഴ പറ്റി അവസാന കടത്തുകാരനും കര പറ്റേണ്ടി വരുമല്ലോ എന്ന ആശങ്ക മജീദ് കയെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു.